കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 4:5 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് ആക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എല്ലാവിധ ആക്സസറി മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഇവിടെ നിന്നും ഈ ടെംപ്ലേറ്റ് ലെയർ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ എഡിറ്റിംഗിനായി നാം ഓപ്പൺ ചെയ്യാൻ പോകുന്ന എല്ലാ ലെയറുകളും ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇമേജ് അസസിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ യെല്ലോ കളർ സെലക്ട് ചെയ്യാം. സ്ക്രീനിൽ നിന്നും ഈ ലെയർ മുകളിലത്തെ ബ്ലാക്ക് മാസ്ക് മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഡയഗണൽ ലെയർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ലെയർ മുകളിലത്തെ കളർ ലെയറിന് അനുബന്ധമായി ഈ രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ലെയറിന്റെ കളറും മുകളിലത്തെ ലെയറിന്റെ കളറിന് തുല്യമായ കളറായി മാറ്റിയെടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും മുകളിൽ വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ ആക്ടിവേറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. വീണ്ടും 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രിങ് ഫോർവേഡ് കൊടുക്കുക. ഇവിടെ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരൽപ്പം കുറച്ചു കൊടുക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ഡൗൺ കൊടുക്കുക. കർസർ ഈ ലെയറുകളുടെ ബിഗിനിങ്ങിൽ നിന്നും ഒരല്പ ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കളർഫുൾ ഇൻസ്റ്റാഗ്രാം ലോഗോ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് പോപ്പ് കൊടുക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം ലോഗോ കൂടി ഓപ്പൺ ചെയ്യുക. ഈ ലെയർ ഇവിടെ നിന്നും സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് ഇതുപോലെ വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് റൈറ്റ് കൊടുക്കുക. കർസർ ഈ ഇമേജ് ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഫോൾഡറിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുള്ളതായ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഇമേജിന്റെ ഈ ചെറിയൊരു ഭാഗം മാത്രം ഈ രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. ഈ ലെയർ ഇവിടെ നിന്നും സ്ക്രീനിന്റെ താഴെ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് റൈറ്റ് കൊടുക്കുക. കർസർ ഈ സ്ക്രീൻഷോട്ട് ഇമേജ് ലെയറിന്റെയും ലോഗോ ലെയറിന്റെയും മധ്യഭാഗത്തായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഇവിടെ വരേണ്ട ഫുൾ സൈസ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി മാജിക് റിമൂവർ ആക്ടിവേറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ഡൗൺ സെലക്ട് ചെയ്യുക. ഈ ഇമേജ് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കർസർ ഈ ഇമേജിന്റെ ബിഗിനിങ്ങിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഷാഡോ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ ഇമേജ് ലെയറിന് താഴെയായി ഷാഡോ എഫക്റ്റ് ലഭിക്കുന്ന രീതിയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരല്പ ദൂരം മുന്നോട്ട് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലൈക്ക് ഐക്കൺസ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെയർ ഇവിടെ നിന്നും
സ്ക്രീനിന്റെ താഴെ ലെഫ്റ്റ് സൈഡിലായി ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് പോപ്പ് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. പ്രീവ്യൂ ആയി കാണിച്ചിട്ടുള്ള മറ്റു 2 വീഡിയോകളും വ്യത്യസ്തമായ ഇമേജുകൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.